അപ്പൊ ചങ്കളെ ഇങ്ങോട്ട് വരി, ഞാൻ കാണിച്ചു തരാം. ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ടമാനം ആൾക്കാർ കുറഞ്ഞ വിലയ്ക്ക് സ്ഥലങ്ങൾ ഉണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അതും റോഡ് സൗകര്യങ്ങളൊക്കെ ഉള്ളത് ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ റോഡ് ഉണ്ടാവില്ല, ഇതേമാതിരി റോഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളാണ് വില കുറവിലുള്ളത്. ഇത് ഏക്കറിന് വെറും 7.5 ലക്ഷം റുപ്യക്ക് ചോദിക്കുന്ന മുതലാണ് കേട്ടോ. ടാറിങ് റോഡാണ്, ഏത് വാഹനം വേണമെങ്കിലും വിലയുള്ള റോഡും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചുറ്റുപാട് ഇഷ്ടം പോലെ വീടുകളുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു 7.5 ഏക്കറിന്റെ അപ്പുറത്തിട്ടാണ് വീടുകളൊക്കെ ഉള്ളത്. നമ്മളെ പ്ലോട്ടിന്റെ ആദ്യം ഇതാണ്, ഏകദേശം ഇവിടുന്നാണ് തുടങ്ങുന്നത് കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ അങ്ങനെ മേലേക്കും താഴേക്കും റോഡിന്റെ അപ്പുറത്തും ഇപ്പുറത്തായിട്ട് കിടക്കുക കേട്ടോ. കിഡിലും കിടുക്കാച്ചി പ്ലോട്ടാണ്. നിങ്ങളെ ഫ്രണ്ട്സോ ഫാമിലിയോ റിലേഷൻ ആരെങ്കിലും ഇതേപോലെ കുറഞ്ഞ വിലക്കൊക്കെ സ്ഥലങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ പരിഗണിക്കാൻ പറ്റിയ നല്ലൊരു കിഡിലും പ്ലോട്ടാണ്. കറണ്ടിന്റെ കണക്ഷൻ കണ്ടില്ലെങ്കിൽ ഇലക്ട്രിക് പോസ്റ്റ് നമുക്ക് ഫ്രണ്ട് തന്നെ നമുക്ക് ഉണ്ട് കേട്ടോ. നമ്മളെ ഇവിടുന്ന് തുടങ്ങിയിട്ട് എൻഡ് വരെ നമുക്ക് കറണ്ടിന്റെ ഇലക്ട്രിക് കണക്ഷൻ ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വരി, ഇതിനകത്തുള്ള മരങ്ങളും സംഭവങ്ങളും കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്ത് ഫുള്ള് കൊക്കോയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊക്കോയുടെ എണ്ണോ കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല. കണ്ടമാനം ഇഷ്ടം പോലെ കൊക്കയാണ് ഇപ്പം നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്തുള്ളത് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വരി, ഇത് കണ്ടില്ല ഞങ്ങൾ തേക്കാണ്, തേക്ക് മരങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ. ഇതേമാതിരി ചെറുത്, ഇതൊക്കെ ചെറുതാണ്. ഇത് കണ്ടില്ല ഞങ്ങൾ, ഇതും അത്യാവശ്യം ഇതൊക്കെ ചെറുത്, ഇതൊക്കെ ചെറിയ ചെറിയ മരങ്ങളാണ്. ഇതേപോലത്തെ ഏകദേശം ഒരു 600 എണ്ണം, ഒന്നും രണ്ടല്ലോ കേട്ടോ, 600ഓളം തേക്ക് മരങ്ങൾ ഇതാണ് ഇതേപോലത്തെ നമ്മളെ പറമ്പിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫുള്ള് ഇട്ടുണ്ടോ. മൊത്തം 7.5 ഏക്കർ സ്ഥലമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്താണ് ഇതേപോലത്തെ കാട്ടുമരങ്ങൾ, ഇഷ്ടം പോലെ മരങ്ങൾ കണ്ടില്ല ഞങ്ങൾ. അത്യാവശ്യം നല്ല വണ്ണം കാര്യങ്ങളൊക്കെ ഉള്ള കിടിലം കിടുക്കാച്ചി കാട്ടുമരങ്ങൾ നമ്മളെ പറമ്പിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇനി ഇങ്ങോട്ട് വാ, കണ്ടില്ല ഞങ്ങൾ കൊക്കോയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ. ഇങ്ങനെ കിടക്കുകയാണ്, അങ്ങ് ദുനിയാവ് ഏക്കർ കണക്കിനായിട്ട് കിടക്കുക കേട്ടോ. കണ്ടമാനം ദൂരം നടക്കാനുണ്ട്. ഇതുകൊണ്ടല്ലേ നമ്മളെ കൊക്കോ കൊണ്ട് പറഞ്ഞത്, ഇതാണ് കൊക്കോ. അതിൻ്റെ ഇടയ്ക്ക് ഇതാകുന്ന തേക്ക് മരങ്ങൾ കണ്ടില്ല ഞങ്ങൾ. ഇതേപോലത്തെ തേക്ക് ഇഷ്ടം പോലെ അങ്ങോട്ടൊക്കെ ഇരുട്ട് മൂടി കിടക്കുകയാണ്. അതായത് അത്യാവശ്യം നല്ല വരുമാനമൊക്കെ കിട്ടുന്ന ഒരു കിടിലം കിടുക്കാച്ചി പ്ലോട്ടാണ് കേട്ടോ. ഇനി കണ്ടു പോവാ, വേറെ കുറേ സംഭവങ്ങൾ നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്ത് കാണാനുണ്ട്. ഫാമൊക്കെ മെയിനായിട്ട് പറ്റിയ ഫാമൊക്കെ തുടങ്ങാൻ പറ്റുന്നവർക്ക് എടുക്കാൻ പറ്റിയ പ്ലോട്ടാട്ടോ. കറണ്ടിൻ്റെ രണ്ടാമത്തെ പോസ്റ്റാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ കണ്ടില്ല ഞങ്ങൾ വണ്ടി, നമ്മളെ വണ്ടി ഏത് വണ്ടി വേണമെങ്കിലും വരും കേട്ടോ. കാറോ ബൈക്കോ ജീപ്പോ ലോറി ഏത് വാഹനം വേണമെങ്കിലും വരാനുള്ള റോഡുണ്ട്. അത്യാവശ്യം വലിയ റോഡ് തന്നെയാണ്. വിടുവാ. പിന്നെ നമ്മളെ പ്ലോട്ടിൽ ഇതാകണേ ഇതേപോലത്തെ മരങ്ങൾ, റബ്ബറാണ് കേട്ടോ. അത് ഏകദേശം ഒരു 300ഓളം റബ്ബർ മരങ്ങളുണ്ട്. ഇതേപോലത്തെ കത്തി വെക്കാൻ പ്രായമായ മരങ്ങളാണ് അല്ലേ. 414 105 ഇനത്തിലും പെട്ട മരങ്ങളാണ്. റോഡ് കുറച്ച് മോശമാണ്, കുറച്ച് റോഡ് ഒന്ന് ക്ലിയർ ആക്കാനുണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ട് നോക്കുക എന്താ, സ്ഥലം എടുക്കുമ്പോൾ മെയിൻ നമ്മൾ നോക്കുക വെള്ളത്തിൻ്റെ സൗകര്യം ഉണ്ടോയെന്നാണ്. വെള്ളത്തിൻ്റെ സൗകര്യത്തിന് നമുക്ക് പറമ്പിൻ്റെ സൈഡിൽ കൂടെ ഒരു തോട് ഒഴുകുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു കുളമാണ് ഇപ്പോൾ ഇതിനകത്തുള്ളത് കേട്ടോ. നമ്മൾ കൃഷിയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് നോക്കേണ്ടത് വെള്ളത്തിൻ്റെ സൗകര്യമുണ്ട്. ഒരു ഫാമൊക്കെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിലും പശുവിനൊക്കെ വളർത്തുക, കോഴീനൊക്കെ വളർത്തുകയാണെങ്കിലും വെള്ളം ഉണ്ടോ എന്നുള്ളതാണ് നിങ്ങൾക്ക് ആരായാലും മെയിനായിട്ട് നോക്കുക. ഇതാണ് വെള്ളം, കണ്ടില്ല നിങ്ങൾ, വറ്റാത്ത വെള്ളമാണ്. വെള്ളത്തിൻ്റെ സൗകര്യങ്ങൾ കണ്ടില്ലേ. ഇനി ഇതൊക്കെ ആദായം ആയിട്ട് ഇതാകണം. തെങ്ങുകൾ കണ്ടില്ല നിങ്ങൾ, തെങ്ങ് ഇഷ്ടം പോലെ തെങ്ങുണ്ട് കേട്ടോ. തെങ്ങിൻ്റെ എണ്ണം കാര്യങ്ങളൊന്നും അവരോട് ചോദിച്ചിട്ട് അവർക്ക് എത്രയെന്ന് അറിയില്ല. മെയിനായിട്ട് വെള്ളത്തിൻ്റെ സൗകര്യം നമ്മൾ കിണർ കാണിച്ചു തന്നു, അതുപോലെ കുളം കാണിച്ചു തന്നു. അതുപോലെ തന്നെ ഇതാക്കണേ പറമ്പിൻ്റെ സൈഡ് വഴി ഇതാക്കണം. നല്ല അടിപൊളി ഒരു കിടിലം തോട് ഒഴുകുന്നുണ്ട് കേട്ടോ. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ ക്ഷാമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മളെ റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത് കേട്ടോ. റോഡിൻ്റെ പകുതി റോഡിന് താഴോട്ടും. ഇവിടെ കണ്ടില്ല നിങ്ങൾ ഫുള്ള് കൊക്കോ. പിന്നെ മെയിനായിട്ടൊരു കാര്യം പറഞ്ഞാൽ ചെറിയ ചെരിവുള്ള സ്ഥലമാണ്. പിന്നെ തേക്കുകൾ കണ്ടില്ല നിങ്ങൾ, ഇതൊക്കെ അത്യാവശ്യം വണ്ണുള്ള തേക്കുകളാണ്. ഏകദേശം ഒരു 10-30ഓളം തേക്കുകളുണ്ട് കേട്ടോ. അതേമാതിരി ഏകദേശം ഒരു 3 അടിക്ക് മേലെ വണ്ണുള്ളത് ഇതാണ്. അങ്ങോട്ട് ഈ കാണുന്നത് മേലേക്ക് കാണുന്നത് അത് ഫുള്ള് തേക്കാണ്. ആ ഒരു ഏരിയ മൊത്തം തേക്ക്. ഇനി വേറൊരു ജാതിൻ്റെ ലോകം കാണിച്ചു തരട്ടെ. ഇനി ഇങ്ങോട്ട് വരി. ഇവിടെ നാട്ടിലുള്ള ഒരു വ്യൂ ഉണ്ടല്ലോ നിങ്ങൾ, കിടിലം വ്യൂ ഉള്ള സ്ഥലം. ഇനിയിപ്പോൾ നിങ്ങൾ ഇവിടുന്ന് ഇപ്പോൾ ഒരു ഇത്ര വ്യൂ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കിടിലം വ്യൂ കിട്ടും. നിങ്ങൾക്കൊരു റിസോർട്ടോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് കേട്ടോ. വേറെ ജാതികളുടെ തോട്ടം കയറുന്നതാകണം ഈ കാണുന്നതാണ് കേട്ടോ. ഏകദേശം ഒരു 100ഓളം ജാതി മരങ്ങൾ ഇതാണ്. ഇതേപോലെ കായ പിടിക്കണേ അത്യാവശ്യം നല്ല വരുമാനം കാര്യങ്ങളൊക്കെ കിട്ടുന്ന നല്ല കിടിലം കിടുക്കാച്ചി ജാതി മരങ്ങൾ നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്തുണ്ട് കേട്ടോ. 100ഓളം ജാതി മരങ്ങൾ കഴിഞ്ഞിട്ടില്ല. ഇനി ഇങ്ങോട്ട് വരെ.
ഏകദേശം ഒരു 300 മീറ്ററോളം നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ റോഡ് ഫ്രണ്ടേജ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല എന്താ പറയുക, മൊത്തം 7.25 ഏക്കർ സ്ഥലമാണ്. നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് കണ്ടുള്ള വ്യൂ ഉണ്ടല്ലോ നിങ്ങൾ ഈ കാണുന്ന കേട്ടോ, തേക്കുകൾ ചെറുതും വലുതുമായ 600ഓളം, അതിൽ 30 എണ്ണം വലുത് കേട്ടോ, 3 അടിക്ക് മേലുള്ളത് ഉണ്ടോ, വ്യൂ ഉണ്ടോ. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വരുന്നത് ഫുള്ള് റബ്ബർ മരങ്ങളാണ് കേട്ടോ. ഈ കാണുന്നത് ഫുള്ള് റബ്ബർ മരങ്ങളാണ്. ഏകദേശം ഇത് 105 ഇനത്തിൽപ്പെട്ടതും നമ്മൾ അവിടെ കാണിച്ചു തന്നത് ഏകദേശം കുറച്ച് മരമുള്ളത് 414 ഇനത്തിൽപ്പെട്ട മരങ്ങളാണ്. ഇത് 105 ഇനത്തിൽപ്പെട്ടതാണ് കേട്ടോ. ടാപ്പിംഗ് ഒക്കെ തുടങ്ങാനായ മരങ്ങളാണ്. പിന്നെ മെയിൻ എന്താ വെച്ചാൽ ഏത് വാഹനം വേണമെങ്കിലും വരാനുള്ള റോഡുണ്ട് കേട്ടോ. ടാറിങ് റോഡിനോട് ചേർന്നിട്ട് തന്നെ നമ്മൾ ഈ ഒരു പ്ലോട്ട് ഉള്ളത്. കുറേ നടക്കാനുണ്ടോ, ഇഷ്ടം പോലെ ദൂരം നടക്കാണ്ട്. 7 ഏക്കർ 75 സെൻറ്റ് സ്ഥലം നടക്കുക, ഏകദേശം 8 ഏക്കറോളം നടക്കാറുണ്ടല്ലോ. അത്യാവശ്യം നല്ല റിസ്ക്കാണ്. നമ്മളെ പ്ലോട്ടിൻ്റെ അതിര് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതാണ്. ഇവിടെ വരെയാണ് വരുന്നത് കേട്ടോ. എൻഡ് വരെ നമുക്ക് കറണ്ടിൻ്റെ കണക്ഷൻ ഉണ്ട്. എവിടുന്ന് വേണമെങ്കിലും നമുക്ക് കറണ്ട് കണക്ഷൻ എടുക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലം എവിടെയാണെന്ന് പറയാം നിങ്ങൾക്ക്. നമ്മൾ ഈ ഒരു സ്ഥലം വരുന്നത് നമ്മളെ കണ്ണൂർ ജില്ലയിലെ ആലക്കോട് ഉദയഗിരി എന്ന് വെറും 5 കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത്. ഇനി ഇതിൻ്റെ ഓണർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഏക്കറിന് വെറും 7.5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അതും ഈ മാർക്കറ്റിൽ കിട്ടുന്നതിൻ്റെ ഏറ്റവും ലോ റേറ്റിലാണ് ഇപ്പോൾ ഇവർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇതാണ് ഈ താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്തിട്ട് വരിക. അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലുമൊക്കെ ഇതേപോലെ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ, യൂട്യൂബ് ചാനൽ വഴി പരസ്യം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് വിളിക്കാൻ മറക്കണ്ട. ഞങ്ങളുടെ നമ്പർ 98 95 18 18 86 പിന്നെ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഇതേപോലെ സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ, അതായത് കുറഞ്ഞ വിലയ്ക്ക് ഇതേപോലെ റിസോർട്ടിന് ഫാമൊക്കെ തുടങ്ങാൻ അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു പേജ് നിങ്ങൾ കഴിയുന്നു ഫോളോ ചെയ്ത് വെച്ചാൽ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലം പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ. കണ്ണൂർ ജില്ലയിൽ ഇതാക്കണ ഏറ്റവും ലോ ബഡ്ജറ്റിൽ കുറഞ്ഞ പൈസക്കാണ് നിങ്ങൾക്ക് സ്ഥലം കൊണ്ടുവന്നിട്ടുള്ളത്. 2.5 ഏക്കർ സ്ഥലമാണല്ലോ. 2.5 ഏക്കർ സ്ഥലത്തിന് ഇതിന്റെ ഓണർ ചോദിക്കുന്ന പൈസ വെറും 8.5 ലക്ഷം റുപ്യാണ് ചോദിക്കുന്നത് കേട്ടോ. അത് ഇന്നത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു 10 ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങണ പൈസ നമുക്ക് ഇതിന് 1 സെന്റിന് വരുന്നുള്ളൂ. അപ്പൊ ഇതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീടോ സ്ഥലമോ പ്രോപ്പർട്ടി സെയിൽ ചെയ്യാണ്ടതാക്കുന്നത് ഈ കാണുന്ന ഞങ്ങളെ നമ്പറിൽ എളുപ്പം വിളിച്ചോളിട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് പോയിട്ട് നോക്കാം നമുക്ക്. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം പോരി. അപ്പൊ നമ്മളെ വഴി എന്ന് പറഞ്ഞെടുത്താ കാണിച്ചു കൊടുത്താ വഴി ഇതാണ് റോഡ് കേട്ടോ. അങ്ങോട്ട് വരാനുള്ള റോഡാണ്, കോൺക്രീറ്റ് റോഡാണ്. ഇപ്പൊ ഈ കോൺക്രീറ്റ് റോഡ് ഇതാക്കുന്നത് ജസ്റ്റ് ഒരു 50 മീറ്റർ നടക്കാൻ ദൂരത്തിന് അവിടെയാണ് സ്ഥലം വരുന്നത്. കുറച്ച് ദൂരം ഇങ്ങനത്തെ മണ്ണ് റോഡാണ് വരുന്നത്. അപ്പൊ നമുക്ക് പോയിട്ട് സ്ഥലവും കാര്യങ്ങളും ഡീറ്റെയിൽ ഒന്ന് പോയിട്ട് നോക്കാം. അപ്പൊ നമ്മൾ പ്ലോട്ടിലോട്ട് പോണ വഴി ചെറിയൊരു കാട്ടരുവി ഉണ്ട് കേട്ടോ, ഒരു അരുവി ഒഴുകുന്നുണ്ട്. ഇപ്പൊ നിലവിൽ ഇതിനകത്തോട്ട് ഓഫ് റോഡ് വണ്ടികളാണ് പോവുക, ജീപ്പ് പോലത്തെ വണ്ടികളൊക്കെയാണ് പോവുക കേട്ടോ. സ്ഥലം എന്താ ഇവിടെ തന്നെ അടുത്ത് തന്നെ ആയി. സ്ഥലത്തിന്റെ അതിര് ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങാം കേട്ടോ. ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ കിടക്കുക. അതിന്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നില്ല. മൊത്തം 2.5 ഏക്കർ സ്ഥലമാണ് വരുന്നത്. ഈ ഒരു പ്ലോട്ട് വരുന്നത് നമ്മളെ കണ്ണൂർ ആലക്കോട് ഉദയഗിരി എന്നൊരു 6 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു സ്ഥലം വരുന്നത് കേട്ടോ. മൊത്തം 2.5 ഏക്കർ സ്ഥലമാണ്. അതിനകത്ത് ഒരു 1 ഏക്കർ 75 സെന്റ് സ്ഥലത്തിനാണ് ആധാരം ഉള്ളത്. പിന്നെ ഇതാക്കുന്നത് പ്ലോട്ടിന്റെ സ്ഥലത്തിന്റെ ഫ്രണ്ടിൽ തന്നെ കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റ് ഒക്കെ ഉണ്ട്. നമുക്ക് ഭാവിയിൽ വേണമെങ്കിൽ കറണ്ടിന്റെ കണക്ഷൻ ഒക്കെ എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എക്സ്ട്രാ വേറെ ചെലവും കാര്യങ്ങളൊന്നും ഇല്ല. അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളൊരു ഫാമൊക്കെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പന്നി ഫാമോ അതല്ലെങ്കിൽ കോഴി ഫാമൊക്കെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ കിടിലനൊരു പ്ലോട്ടാണ്. പിന്നെ കുറച്ചൊരു റോഡൊന്ന് ലെവലാക്കി കഴിഞ്ഞാൽ ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ പ്ലോട്ടിലോട്ട് എത്താനുള്ള റോഡ് സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അതെ, ഇപ്പൊ നിലവിൽ ഓഫ് റോഡ് വണ്ടി വരുള്ളൂ. ലെവലാക്കി കഴിഞ്ഞാൽ ഒരു 50 മീറ്റർ മാത്രം. അത് നമുക്കൊരു JCB ഒക്കെ വിളിച്ചെന്ന് റോഡൊന്ന് ലെവലാക്കി കഴിഞ്ഞാൽ സംഭവം ക്ലിക്കാണ്. നല്ല കിടൽക്കാഴ്ചയായിട്ട് നമ്മളെ പ്ലോട്ടിലോട്ട് ഏത് കാറോ ജീപ്പോ ബൈക്കോ ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഈ ഒരു പ്ലോട്ടിലോട്ട് വരികയും ചെയ്യും അല്ലേ? അതെ. ഇനി വെള്ളത്തിന്റെ സൗകര്യത്തിന് ഇപ്പോൾ അടുത്തുള്ള വീട്ടുകാരൊക്കെ ഇപ്പൊ ചോലന്ന് പൈപ്പുകളാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അതിന്റെ കാരണം എന്താ പറഞ്ഞത്? ഇത്രയും നല്ല ശുദ്ധമായ വെള്ളം കിട്ടുമ്പോ വേറെ ബോർവെല്ലും കിണറോ ആക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നാ പറഞ്ഞത്. അത് 365 ദിവസം നമ്മളെ കയറി വരുമ്പോ ഒരു ചോല കണ്ടിട്ടുണ്ടായിരുന്നു. ആ ചോലയിൽ 365 ദിവസം അവർക്ക് അതിനകത്ത് വെള്ളം സൗകര്യങ്ങളൊക്കെ കിട്ടും. അതുകൊണ്ട് കിണറോ ബോർവെല്ലോ കുത്തി കഴിഞ്ഞിട്ട് വെറുതെ പൈസ ചെലവാക്കണ്ടെന്നാണ് പോര് പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോ നിങ്ങളൊരു ഫാമോ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ബോർവെല്ലോ കിണറൊക്കെ ആയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്ന ഏരിയ ഇങ്ങനെ വരി നമുക്ക് സ്ഥലത്തോട്ടും പോയി നോക്കട്ടോ. അപ്പൊ ഇപ്പൊ നമ്മള് പറമ്പിന്റെ ഉള്ളിലാണ് നിക്കുന്നത് കേട്ടോ. പറമ്പിന്റെ ഏകദേശം സെന്റർ ഭാഗത്താണ് നിക്കുന്നത്. സംഭവം എന്തൊക്കെ നോക്കാനൊന്നും ആളില്ല. അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ ഈ കാടൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ടോ. നിങ്ങള് സ്ഥലത്തിനൊരു വൃത്തി കമ്മിയൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ കാണുമ്പോ ഉണ്ടാവും.
പോണൊരു സ്ഥലത്തില്ല, അതുകൊണ്ട് നോക്കാൻ ആളില്ല. അപ്പൊ ഇങ്ങനെ കിടക്കാണ്. നിലവിൽ ഇപ്പൊ ഇതിനകത്ത് ഒരു 10-15 തെങ്ങ്, നല്ല കായ്ക്കണ തെങ്ങുണ്ട്. പിന്നെ അതേപോലെ ഇതാക്കണം, അതിലെല്ലാം ഫുള്ള് കശുമാവാണ് കേട്ടോ. അത്യാവശ്യം ഇതേപോലത്തെ തെങ്ങുകളുണ്ട് ഏകദേശം ഒരു 10-15 എണ്ണം. കുറച്ച് സംഭവങ്ങളൊക്കെ ഒന്ന് നോക്കി കഴിഞ്ഞാൽ എല്ലാം കിടക്കാച്ചായിട്ട് നല്ല അത്യാവശ്യം നല്ല വരുമാനം കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. പിന്നെതാ കശുമാവാണ് ആ കാണുന്നത്, അതിലൊക്കെ കാണുന്ന കശുമാവാണ്. അത്യാവശ്യം വേണ്ട വരുമാനം അല്ലേ, കുറച്ചും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് തന്നെയാണ്. കശുവണ്ടിയൊക്കെ കിട്ടുന്നുണ്ട് അല്ലേ? അതെ, കശുവണ്ടി. പിന്നെ മൊത്തത്തിൽ നമുക്കിപ്പോൾ ഒരു കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കാരണം കുറച്ച് കാടായിട്ട് കിടക്കാണ്ട് നിങ്ങൾ ഇതിൻ്റെ ഇതാണ് ഇങ്ങനെ ആയിട്ട് കിടക്കുകയാണ്. സാധാരണ നമ്മൾ ഓരോ പ്ലോട്ടിലോട്ടും ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ അരു മുക്കും പോലും സകല സ്ഥലത്ത് നമ്മൾ എത്തണാണ്. പക്ഷെ ഇന്നത്തെ നമ്മൾക്ക് ഈ ഒരു സ്ഥലത്ത് നമുക്ക് എല്ലായിടത്തും എത്താൻ പറ്റൂല, കാരണം കാടാണ്, നിങ്ങൾക്ക് കണ്ടാ അറിയാലോ. പിന്നെ നമുക്ക് ഇവിടുന്ന് നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ. ആ മാവക്കടന്ന് മാറ്റി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ കിട്ടുന്ന നല്ല കിടിലം പ്ലോട്ടാണ്. അതുപോലെ നമുക്ക് ഹോം സ്റ്റേയോ റിസോർട്ടോ അങ്ങനെ റിസോർട്ട്, ഹോം സ്റ്റേ, അല്ലെ പുതിയ ഹട്ടുകളൊക്കെ ആക്കിയിട്ട് അങ്ങനെയൊക്കെ അതിനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. ടൂറിസ്റ്റ് ഏരിയയും കൂടിയാണ്. അതുപോലെ തന്നെ ഫാം ടൂറിസം ഒക്കെ ചെയ്യാൻ പറ്റുന്നവർക്ക് എടുക്കാൻ പറ്റുന്ന കിടിലം പ്ലോട്ട്. പിന്നെ പന്നി ഫാം തുടങ്ങാം, പശു ഫാം തുടങ്ങാം. പിന്നെ നമുക്ക് അടുത്ത് 2 വീടുകളൊക്കെ ഉള്ളൂന്നാണ് അല്ലെ, അടുത്ത് ചുറ്റു ഒക്കെ നമുക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുത്താൽ നമുക്ക് താഴെയുള്ള 2 വീടുകൾ കാണിച്ചു കൊടുക്കാം അല്ലേ. അപ്പൊ നമ്മൾ അവിടെ നിന്നാണ് വന്നിട്ട്, അവിടെ നിന്ന് വന്ന് ഏകദേശം അങ്ങനെ വരണം. അതിന്റെ ഫ്രണ്ടേജും കാര്യങ്ങളൊക്കെ കാണിച്ചാൽ കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റ് അവിടെ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നു. പിന്നെ അതാ ഇവിടെ ഉണ്ട്, അടുത്തൊക്കെ ഒരുപാട് 2-3 വീടുകളൊക്കെ ഉണ്ടല്ലേ ഈ ഒരു ഭാഗത്തോട്ട്. ഇങ്ങോട്ട് 2 വീടുകളാണ് ഇപ്പൊ നമ്മൾ കണ്ടിട്ടുള്ളത്. കണ്ടില്ലെങ്കിൽ നല്ല വ്യൂ ഉള്ള സ്ഥലം കണ്ടോ, നല്ല കിടിലം വ്യൂ ഉള്ള സ്ഥലമാണ്. നമ്മളെ പ്ലോട്ടിന്റെ ഏകദേശം ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ കണ്ടില്ല നമ്മളെ ഈ ഒരു പ്ലോട്ടിന്റെ അതിനകത്തുള്ള ആ മരങ്ങളും ആ കാടും മൊത്തത്തിൽ പോയി കഴിഞ്ഞാൽ ഒന്ന് നീറ്റ് ആയി കഴിഞ്ഞാൽ നല്ല കിടിലം വ്യൂ ഉള്ള സൈറ്റ് സ്ഥലമായിട്ട് കിട്ടോ. പിന്നെ മെയിൻ കറണ്ടിന്റെ കണക്ഷനാണ്. കറണ്ട് ഉണ്ട് നമുക്ക് പ്ലോട്ടിൽ, കറണ്ട് എടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. കറണ്ടും ഉണ്ട്, വഴിയുണ്ട്. വഴി വേണേ കുറച്ചൊന്ന് ലെവലാക്കി കോൺക്രീറ്റ് ഒക്കെ ഇട്ടൊന്ന് സെറ്റ് ആക്കി കഴിഞ്ഞാണ്ടല്ലോ മുതൽ സ്ഥലമായിരിക്കും. ആ പോസ്റ്റില്ലേ, അത്രയും ദൂരം നമുക്ക് ഇതിന്റെ ഫ്രണ്ടേജ് തന്നെ കിട്ടുന്നുണ്ട്. ആ പോസ്റ്റ് അല്ലേ, ഫ്രണ്ടേജ് നല്ല നീളമുണ്ട് അല്ലേ, അത്യാവശ്യം നല്ല നീളം വരുന്നുണ്ട്. ഇതേമാതിരി കിടക്കുന്ന ഒരു 2.5 ഏക്കർ സ്ഥലം, 1 ഏക്കർ 75 സെന്റ് സ്ഥലത്തിനാണ് ആധാരമുള്ളത്. 1 ഏക്കർ 75 സെന്റ് സ്ഥലത്തിന് ആധാരമുള്ളത്. വെറും 8.5 ലക്ഷം ഉറുപ്പിയാണ് ചോദിക്കുന്നത്. അതും ഈ 2.5 ഏക്കർ സ്ഥലത്തിന് എവിടെയെങ്കിലും കിട്ടും ഇതേമാർക്ക് സ്ഥലം, അതും നമ്മളെ കണ്ണൂർ കേട്ടോ. അപ്പോൾ ഇതുവരെയാണ് ഇതിൻ്റെ ഏകദേശം ഒരു ഫ്രണ്ടേജ് എന്ന് പറഞ്ഞാൽ കേട്ടോ. നമുക്ക് കറണ്ട് എടുക്കാനുള്ള സൗകര്യത്തിന് ഇലക്ട്രിക് പോസ്റ്റും കാര്യങ്ങളെല്ലാം നമുക്ക് പ്ലോട്ടിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. അവിടെ ഇപ്പോൾ നമ്മളൊരു വീട് കണ്ടത്. പിന്നെ അതാണ് ഇവിടെ ഈ ഒരു ഭാഗത്താണ് ഇപ്പോൾ ഒരു വീടുള്ളത്. അപ്പൊ ഇങ്ങനെ സ്ഥലം കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും വിചാരിക്കുന്ന നല്ല കിടിലം പ്ലോട്ടാണ് കേട്ടോ. റിസോർട്ട്, ഹോം സ്റ്റേ ഒക്കെ തുടങ്ങാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ ഫാമിന് പറ്റിയ സ്ഥലമാണ്. പിന്നെ റോഡ് ഇതാക്കുന്ന ടാറിങ് പാസ്സായി കിടക്കുന്ന റോഡാണ്, പഞ്ചായത്ത് റോഡാണ്. പിന്നെ മൊത്തം 2.5 ഏക്കർ സ്ഥലമാണ് വരുന്നത്. അതിനകത്ത് 1 ഏക്കർ 75 സെന്റ് സ്ഥലത്തിനാണ് ആധാരവും കാര്യങ്ങളൊക്കെ ഉള്ളത്. മൊത്തം 2.5 ഏക്കർ സ്ഥലത്തിനാണ് ചോദിക്കുന്നത്. 8.5 ലക്ഷം ഉറുപ്പിക ചോദിക്കുന്നത്. മൊത്തത്തിൽ ചോദിക്കുന്ന പൈസ കേട്ടോ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓണർ നമ്പർ ഞങ്ങൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. ഓണർ നമ്പറിൽ വിളിക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പടപെടാണ്ട് വിളിച്ചോളിട്ടോ. പിന്നെ നിങ്ങളെ വീടോ സ്ഥലം പ്രോപ്പർട്ടി എന്തെങ്കിലും സെയിൽ ചെയ്യുകയാണെങ്കിൽ അതിന് ഞങ്ങളെ നമ്പറിൽ വിളിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ. അതെ, കുറഞ്ഞ വിലക്കൊക്കെ സ്ഥലങ്ങൾ കിട്ടി ആരാണ് എടുക്കാത്തതല്ലേ? അതിനിപ്പോ കണ്ണൂരാണേലും കാസർഗോഡാണേലും മലപ്പുറത്താണേലും ആരായാലും എടുക്കും. ഇന്നത്തെ കാലത്ത് നമ്മൾ കേരളത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വില കുറഞ്ഞിട്ടുള്ള ഒരു 1 ഏക്കർ 86 സെന്റ് സ്ഥലം, കാലി സ്ഥലം ഇതാക്കണം. ഈ കാണുന്ന മുതൽ കേട്ടോ വെറും 8 ലക്ഷം ഉറുപ്പിക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുന്നത്. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന്റെ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ഒരു പേജ് മറക്കുക ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീടും സ്ഥലം പ്രോപ്പർട്ടി എന്തെങ്കിലും പരസ്യം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഞങ്ങളെ നമ്പറിൽ വിളിക്കട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഇനി ഇങ്ങോട്ടുള്ള വരാനുള്ള വഴി സൗകര്യം പറഞ്ഞു കേട്ടോ. ഇത് നമ്മളെ ചിറ്റാരിക്കൽ ടൗണിൽ നിന്ന് വരുന്ന റോഡാണ്. ചിറ്റാരിക്കൽ ടൗണിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ ആണ് നമുക്ക് ഇങ്ങോട്ടുള്ള ദൂരം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ സ്ഥലം വരുന്നത് അവിടെയാണ്. ഇവിടുന്ന് ഈ കാണുന്ന റബ്ബർ തോട്ടത്തിന്റെ തൊട്ടപ്പുറത്താണ് നമ്മളെ പ്ലോട്ട് വരുന്നത്. അപ്പൊ ഇനി അവിടെ പോയിട്ട് നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് പോയിട്ട് കാണാം. അപ്പൊ നമ്മള് പ്ലോട്ടിന്റെ തൊട്ടടുത്തുള്ള ഒരു വീടിന്റെ അവിടെ ഇപ്പൊ നിക്കണം കേട്ടോ. അപ്പൊ ഇവിടെ കറണ്ടിന്റെ കണക്ഷൻ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേണമെങ്കിൽ നമ്മളെ പ്ലോട്ടിലോട്ട് ഇനി ഇപ്പൊ പുതിയ കണക്ഷൻ ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു പോസ്റ്റും കൂടി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കറണ്ടിന്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ആകുകയും ചെയ്യും. ഇനിയിപ്പോ വെള്ളത്തിന്റെ സൗകര്യത്തിന് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ അടുത്തുള്ള വീട്ടുകാർ അവര് മേലെ തുരങ്കത്തുനിന്ന് വെള്ളമാണ് എടുക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് നമ്മളെ പറമ്പിൽ വേണമെങ്കിൽ ഒരു കിണറോ അല്ലെങ്കിൽ ബോർവെല്ലോ ആക്കി കഴിഞ്ഞാലൊക്കെ വെള്ളം ഇഷ്ടം പോലെ കിട്ടുകയും ചെയ്യും കേട്ടോ. പിന്നെ ഇനി ഇങ്ങോട്ട് വേറൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ വീഡിയോ മുഴുവനായിട്ട് കണ്ട്, അതായത് നമ്മൾ ഇരുന്ന സ്ഥലത്തിന്റെ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങളെ ബഡ്ജറ്റിനൊക്കെ അനുയോജ്യമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ
മാത്രം കോൺടാക്ട് ചെയ്യട്ടോ. ഒരുവിധ എല്ലാ സ്ഥലത്തിന്റെ വീഡിയോക്കകത്ത് നമ്മള് ഓണർ നമ്പർ കൊടുക്കുന്നുണ്ട്. അതായത് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഓണർ നമ്പർ എല്ലാം കൊടുക്കും. ഇനിയിപ്പോ ആ സ്ഥലം കച്ചവടമായതാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഓണർ നമ്പർ നമ്മൾ റിമൂവ് ചെയ്യണം കേട്ടോ. അപ്പൊ എല്ലാവരും കഴിയുന്നതും വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം മാത്രം നിങ്ങളെ ബഡ്ജറ്റിനൊക്കെ അനുയോജ്യമാണെന്ന് ഉണ്ടെങ്കിൽ മാത്രം കോൺടാക്ട് ചെയ്യാം. അതെ, നമ്മളെ സ്ഥലത്തിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഓരോന്ന് കാണിച്ചു കൊടുക്കാം. നമുക്ക് ഡീറ്റെയിൽ ആയി കാണിച്ചാൽ അതാക്കണം നോക്കിക്കോളി. പറമ്പിനകത്താണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ഈ ഒരു പ്ലോട്ടിന്റെ അതിരെല്ലാം ഫുള്ള് ഇതേമാർക്ക് കല്ലോണ്ട് കെട്ടി ബൗണ്ടറി തിരിച്ചിട്ടേക്കണം കേട്ടോ. ചുറ്റുഭാഗവും മൊത്തം 1 ഏക്കർ 86 സെന്റ് സ്ഥലം ഇതേപോലെ ചുറ്റുഭാഗം കെട്ടി ബൗണ്ടറി തിരിച്ചിട്ടേക്കാണ്. പറമ്പിൽ ഇപ്പോൾ ഇതാക്കണ കുറച്ച് കാട് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പറമ്പിന്റെ ഉൾഭാഗത്തോട്ട് അധികം പോകാൻ കഴിയില്ല. അപ്പൊ നമ്മള് ഓരോ ഭാഗങ്ങളിലായിട്ട് നിന്നിട്ട് നമുക്ക് ഏകദേശം ഒരു വ്യൂ മൊത്തത്തിൽ എന്നാലും കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മള് പറമ്പിന്റെ ഒരു ഏകദേശം കിടപ്പാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കണവർ നോക്കിയാൽ നല്ല കിടിലം വ്യൂ ഉള്ള സ്ഥലമാണ് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ നിൽക്കണം നമ്മളെ പറമ്പിന്റെ തൊട്ട് ചാരിയുള്ള റബ്ബർ തോട്ടത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മളെ സ്ഥലം വരുന്നത്. അതിന്റെ അതിരാണ് ഈ കാണുന്നത്. ഇതേപോലെ അതിര് തിരിച്ചിട്ടേക്കണാണ്. ഇതിന്റെ അപ്പുറത്തേക്കാണ് നമ്മളെ പ്ലോട്ട് വരുന്നത് കേട്ടോ. നമ്മളെ പറമ്പിനകത്ത് കാട് മൊത്തം കൊത്തിക്കഴിഞ്ഞാൽ അത് അതേപോലെ നല്ല തെളിഞ്ഞ സ്ഥലമായിരിക്കും കേട്ടോ. മുമ്പ് നമ്മളെ പറമ്പിനകത്ത് റബ്ബർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇനി വേണമെങ്കിൽ നമുക്ക് റബ്ബറോ അല്ലെങ്കിൽ കവുങ്ങോ ഒക്കെ നടുകയും ചെയ്യാം. നമ്മളെ പറമ്പിന്റെ തൊട്ടടുത്ത് അതിരിനോട് ചേർന്ന് അവിടെ വീടുണ്ട്. പിന്നെ അതെ ഇങ്ങോട്ട് വാ. ഇനി നമ്മളെ സ്ഥലം വരുന്ന നമുക്ക് കാസർഗോഡ് ജില്ലയില് ചിറ്റാരിക്കൽ ടൗണിന് 2 കിലോമീറ്റർ മാത്രം മാറിയിട്ട് കാരമല പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഒരു പ്ലോട്ട് വരുന്നത് കേട്ടോ. നമ്മൾ ഈ സ്ഥലത്തിന്റെ പഞ്ചായത്ത് നമുക്ക് ഈസ്റ്റളേരി പഞ്ചായത്താണ്. വില്ലേജ് ചിറ്റാരിക്കലാണ്. ഇനി ഇങ്ങോട്ട് വാ. നമുക്ക് നമ്മളെ കുറച്ച് കാടുണ്ടല്ലേ നമ്മളെ സ്ഥലത്തില്. അതെ, കുറച്ച് കാട് കയറി കിടക്കണം. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഉൾഭാഗത്തോട്ട് ആ ഒരു ഭാഗത്തോട്ടൊന്നും പോകാൻ സെന്ററിലോട്ടൊന്നും പോകാൻ കഴിയില്ല. പിന്നെ എന്തെങ്കിലും കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യാം. കുറഞ്ഞ വിലക്കൊക്കെ സ്ഥലങ്ങളൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റിയ സ്ഥലം തന്നെയാണ്. കാരണം വെച്ചാൽ എന്തെങ്കിലും ചെറിയ വിലക്ക് ഇതേപോലെ 1 ഏക്കർ 86 സെന്റ് സ്ഥലം പാർട്ടി കൊടുക്കാന്ന് പറഞ്ഞിട്ടോ. മൊത്തം 1 ഏക്കർ 86 സെന്റ് സ്ഥലമാണ് അവർ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും 8 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതെ, പിന്നെ ഇപ്പൊ ഇതിനകത്ത് കണ്ടില്ല നിങ്ങൾ ചെറിയ രീതിയിൽ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതേപോലെ നല്ല കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യാട്ടോ. കപ്പ, ചേന, ചേമ്പ് എന്ന് വേണ്ട എല്ലാവിധ കൃഷികളും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇത് കണ്ടല്ലോ തെങ്ങുണ്ട് നമുക്ക് ഏകദേശം ഒരു 5 തെങ്ങുണ്ട്. ഇതേപോലെ 4-5 തെങ്ങ് ഇതേപോലെ നല്ല കായ്ക്കണ തെങ്ങുണ്ട് കേട്ടോ. അപ്പൊ അതാണ് നമ്മളെ പറമ്പിന്റെ ഈ ഒരു സൈഡിലുള്ള എൻഡ് എന്ന് പറഞ്ഞാൽ അല്ലേ അതിന്റെ എൻഡ് ഇവിടം വരെയാണ് വരുന്നത്. പിന്നെ നമ്മളെ പറമ്പിൽ മറ്റു വേറെ ആദായങ്ങൾക്കായിട്ട് ആയിട്ട് മറ്റു സംഭവങ്ങളൊന്നുമില്ല. മരങ്ങളോ സംഭവങ്ങളൊന്നുമില്ല. ഇവിടം വരെയാണ് അതിന്റെ എൻഡ് വരുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് താഴത്തേക്കാണ് സ്ഥലം കിടക്കണത് കേട്ടോ. അതായത് കുറഞ്ഞ വിലക്ക് ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ആയിട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയ സ്ഥലം അല്ലേ. അതെ, കുറഞ്ഞ വിലക്ക് ഇതേപോലെ സ്ഥലങ്ങളൊക്കെ കിട്ടുന്നുണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കുന്ന ആൾക്കാർ കണ്ടമാനം ആൾക്കാർ വിളിക്കണ്ടല്ലോ. കവുങ്ങും റബ്ബറും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നടാൻ വേണ്ടി ചെറിയ പൈസക്കുള്ള സ്ഥലം ഉണ്ടോ ചോദിച്ചു കുറെ ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലോട്ട് പറ്റുള്ളൂ കേട്ടോ. നല്ല കിടിലം പ്ലോട്ടാണ്. പിന്നെ നമുക്ക് പറമ്പിനോട് ചാരി ഈ ഒരു മേലെ ഭാഗത്ത് വീടുകളുണ്ട്, അതുപോലെ തന്നെ താഴെയും വീടുകളുണ്ട് അല്ലേ. അതെ, അപ്പൊ നമ്മളിപ്പോ സ്ഥലത്തിന്റെ കുറച്ച് സെന്റർ ഭാഗത്ത് വെച്ചിട്ടുണ്ട്. താഴെ ഭാഗത്താണ് ഇപ്പൊ നിക്കുന്നത് കേട്ടോ. ഇപ്പൊ നോക്കിയേ ഫുള്ള് കാടാണ്. എന്നാലും കുറേശ്ശെ നമുക്ക് എല്ലാവർക്കും എന്താ പറയാ പോയി നോക്കാം നമുക്ക് കേട്ടോ. നല്ല മണ്ണുള്ള സ്ഥലമാണ്. കാണിക്കണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല മണ്ണും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങൾ തന്നെയാണ്. നമുക്ക് കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മണ്ണൊക്കെയാണ് അല്ലേ. നമുക്ക് റബ്ബർ വെക്കാം, അതല്ലെങ്കിൽ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ വെക്കുകയും ചെയ്യാം. സ്ഥലം തന്നെയാണ് അല്ലേ. അതെ, ഇനിയിപ്പോ ഒരു വീടൊക്കെ വെച്ച് താമസിക്കുകയാണെങ്കിൽ നമുക്കൊരു 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ചിറ്റാരിക്കൽ ടൗണിലോട്ടൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പിള്ളേരൊക്കെ സ്കൂളിലോട്ടൊക്കെ പറഞ്ഞേക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ അതുപോലെ തന്നെ അമ്പലം, പള്ളി, ചർച്ച് എല്ലാ സൗകര്യങ്ങളും ചിറ്റാരിക്കൽ ടൗണിന് അത്യാവശ്യം നല്ല സൗകര്യമുള്ള ടൗണും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ പ്ലോട്ടിലോട്ട് ഒരു 150 മീറ്റർ നമുക്ക് നടപ്പ് വഴിയാണുള്ളത് ഇപ്പൊ നിലവില്. അപ്പൊ എങ്ങനെയുണ്ട് നമ്മളെ സ്ഥലം? അടിപൊളി സ്ഥലമാണ് കേട്ടോ. എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ട് കാണും വിചാരിക്കുന്നത്. അപ്പൊ കൃഷിയൊക്കെ ചെയ്യാനും അതുപോലെ തന്നെ കുറഞ്ഞ വിലക്കൊക്കെ സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയല്ലേ. അപ്പൊ നമുക്ക് നിലവിൽ ഇപ്പൊ ഇതിനകത്തൊരു നടപ്പുവഴിയാണുള്ളത്. ഏകദേശം ഒരു 100-150 മീറ്ററോളം നടപ്പുവഴിയാണുള്ളത്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മളെ ഈ ഒരു സ്ഥലത്തിന്റെ ഒരു ഏകദേശം ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ. നമ്മളെ സ്ഥലം വരുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലെ ചിറ്റാരിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വെറും 2 കിലോമീറ്റർ മാത്രം അകലത്തിൽ കാരമല എന്ന് പറഞ്ഞ സ്ഥലത്താട്ടെ നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത്. മൊത്തം 1 ഏക്കർ 86 സെന്റ് സ്ഥലമാണ്. അപ്പൊ ഇനി ഇതിന്റെ ഓണർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ വെറും 8 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അതായത് മൊത്തം സ്ഥലത്ത് 8 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്ലോട്ട് എടുക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഓണറുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതിലൊക്കെ കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യാം അല്ലേ. അതെ, അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.